എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു കാലമാണ്. എന്നെ സംബന്ധിച്ച് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുവന്ന ഒരു കാര്യം, എന്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തി തരണേ. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയല്ലേ? നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ദൈവം പല രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണേ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കാരെല്ലാവരും ഒരുപക്ഷെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗിൽ പോലും ഇന്ന് എത്തിയിട്ടുള്ളത്. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾക്ക് കിട്ടിയ ഒരു അവസരം ഒരുപക്ഷെ നമ്മുടെ ബന്ധുവോ സുഹൃത്തോ അങ്ങനെ ആരെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചു തന്നതുകൊണ്ടാണ്. ഇതേപോലെ എന്റെ മുന്നിലും ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അവിടുത്തെ ഒരു കസ്റ്റമർ വഴിയാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നോട് പറഞ്ഞു, സന്ധ്യ, പരിചയപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, സന്ധ്യ, ആസ്മയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, നീ ഒന്ന് കഴിച്ചു നോക്ക്, ആസ്മയ്ക്ക് വ്യത്യാസമുണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ എന്നെ ഉള്ള പരീക്ഷണം മുഴുവൻ നടത്തിയിട്ടുള്ളതാണ്. ഹോമിയോ, അലോപ്പതി, ആയുർവേദം എന്ന് പറയുന്ന പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ആദ്യം എന്ത് കേട്ടാലും റിജക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റിജക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും എന്നോട് അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലതവണ അദ്ദേഹം പല ദിവസങ്ങളിലായിട്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്നെ കാണാൻ വന്നപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും, അതോ അങ്ങൂന്ന് ഒരാൾ വരുന്നുണ്ട്, എന്നെ ചോദിച്ചാൽ ഞാൻ വന്നിട്ടില്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പക്ഷേ അദ്ദേഹം എന്നെ വിടാൻ തയ്യാറായില്ല. അദ്ദേഹം ഞാൻ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിന്റെ താഴെ വൈകുന്നേരം എന്നെയും കാത്തു നിന്നു. എന്നോട് പറഞ്ഞു, നീ ഇതിനുള്ളിലുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കാത്തു നിന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഒരു കോഫി ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഇതിലൊരു ബിസിനസ് പ്ലാനും കൂടി ഉണ്ട്. അദ്ദേഹം ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് നമ്മള് എല്ലാവരും കേൾക്കുന്ന പ്ലാൻ, 10,000 മാച്ച് ചെയ്താൽ 1,200 രൂപ കിട്ടും. ലാസ്റ്റ് 17.5 ലക്ഷം മാച്ച് ചെയ്താൽ 2,10,000. ഇത് തന്നെയാണ് പ്ലാൻ, അല്ലേ? ഞാൻ അന്ന് ഒരു 10 വർഷം മുമ്പ് കേൾക്കുമ്പോഴും ഇതേ പ്ലാൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇത് തന്നെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ ഒരു 2 സ്റ്റെപ്പൊക്കെ എനിക്ക് കേട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. പിന്നെ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് ഇറങ്ങി എത്രയും വേഗം വീട്ടിലെത്തണമെന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒന്നും കേട്ടില്ല. പക്ഷെ അദ്ദേഹം എന്നെ വീണ്ടും പ്രോഡക്റ്റ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഞാൻ ആ 95 എന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ഷീണത്തിനൊക്കെ മാറ്റം വന്നു. മറ്റതിടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര BP ഒക്കെ താന്നു, ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 1 വീക്ക് ആവുമ്പോൾ തന്നെ എൻ്റെ ക്ഷീണത്തിനൊക്കെ മാറ്റം ഉണ്ടായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കൊള്ളാലോ, നീ കുറച്ച് ജീവൻ വെച്ചതുപോലെ ഉണ്ട്, അപ്പം അത് തുടർന്ന് കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ആഴ്ചയോളം ഒക്കെ കടന്നുപോയി. ആ ഒരു സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും. ഒരു സിനിമയ്ക്ക് പോയി ഞാൻ ഹസ്ബൻഡും കൂടി. ആ സമയം ടിക്കറ്റ് കിട്ടാത്ത കാരണം കൊണ്ട് അങ്ങനെ നിൽക്കുമ്പം ഇദ്ദേഹത്തിന്റെ കോള് വന്നു, ഒരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്യുമെന്ന്. അങ്ങനെ ഞങ്ങള് തലശ്ശേരിയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാമിൽ ചെന്നപ്പം ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെയും പറയുന്നു, 10,000 മാച്ച് ചെയ്താൽ 1,200 രൂപ കിട്ടും. ഈ പ്ലാൻ പറഞ്ഞു. ലാസ്റ്റ് അതിനുശേഷം ആ പ്ലാൻ പറഞ്ഞ വ്യക്തി ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. ഇത് കേട്ടതുമല്ല, ഞാൻ ഒറ്റ ചിരി ചിരിച്ചു. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളികൾ വരുന്നത് ഒരു ബനിയനും ഒരു ചെറിയ തോർത്തുമുണ്ടും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ ഈ തെങ്ങുകയറ്റ തൊഴിലാളി ഇൻസൈഡ് ഒക്കെ ആക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിരിയാണ് വന്നത്. അപ്പം അതിനുശേഷം അവര് പറഞ്ഞു, ആ മേഖലയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത്, അവിടെ നിന്നും ഉണ്ടാക്കിയ അച്ചീവ്മെന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു.
ഞാനതെല്ലാം കേട്ട് അവിടുന്ന് പോന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡിന് എന്തൊക്കെയോ ഒന്ന് ക്ലിക്കായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു കള്ളിയത്ത് തൊഴിലാളിയായ അദ്ദേഹത്തിന് ഇത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നീ ഒന്നുമില്ലേ സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്നതല്ലേ, നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു, ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ, ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി. ഒരുപക്ഷെ അന്ന് ഒരു 5000 രൂപന്റെ ഉൽപ്പന്നം വാങ്ങിയപ്പം എനിക്കൊരു 10 വട്ടമായിട്ടാണ് ആ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതും മാസങ്ങൾ എടുത്തു. ഒരു 1.5 മാസം കൊണ്ടാണ് 5000 രൂപന്റെ പ്രോഡക്റ്റ് കയ്യിലെത്തിയത്. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും അതെന്താണ് അങ്ങനെയെന്ന്. കാരണം ഇന്ന് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് എത്തിയാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, ഉള്ളേരി പോയാൽ അവിടെ നിന്ന് കിട്ടും, വടകരയിൽ എത്തിയാൽ അവിടെ കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, നമ്മളുടെ പിക്കപ്പ് സെന്ററുകൾ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഓഫീസ് ഇല്ല. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ മംഗലാപുരത്തോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ പോകണം. മംഗലാപുരവും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കോയമ്പത്തൂരാണ് അന്ന് നമ്മള്. കോയമ്പത്തൂരോ ബാംഗ്ലൂരോ പോയിട്ടാണ് പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ലീഡേഴ്സ് അവിടെ ചെല്ലുമ്പോൾ പല പ്രോഡക്റ്റുകളും ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എടുത്തുകൊണ്ട് വരുന്നത് പോലെ ഒരുപാട് പ്രോഡക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10ൽ താഴെ പ്രോഡക്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രോഡക്റ്റുകൾ കിട്ടുമായിരുന്നില്ല. പക്ഷെ കിട്ടിയ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ഹെയർ ഓയിലും പേസ്റ്റും ഒക്കെ എന്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൊടുത്തു. അവരൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പല്ലുപൊളിപ്പ് മാറിയെന്നും മുടി കൊഴിച്ചിൽ കുറവുണ്ടെന്നും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ഈ ബിസിനസ് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പ്രോഗ്രാമിൽ പോയി. ആ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ, ആ പ്രോഗ്രാമിൽ ഞാൻ പോകുമ്പം എനിക്ക് വേണ്ടി എന്താണ് അത് ഈ ബിസിനസ് എന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് പോയത്. അതുകൊണ്ട് തന്നെ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു, അതൊക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് തീരുമാനമെടുത്തു കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം, സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന തീരുമാനമെടുത്തു. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പം ഒരു കാര്യം മനസ്സിലായി, ഇത് സോപ്പും പേസ്റ്റും വിറ്റ് നടക്കുന്ന ഒരു ബിസിനസ് അല്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ കേട്ടത് എന്റെ സുഹൃത്തുക്കളിൽ നിന്നാണ്. അവരൊക്കെ എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ ഇപ്പോഴാണോ കേട്ടത്? ഇതിനേക്കാൾ മുമ്പ് ഒരുപാട് ഇതേപോലെയുള്ള കമ്പനികൾ വന്ന് നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പോയതാണ്. അപ്പം നീ എന്തിലേലും പോയി വെറുതെ ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത മനസ്സിലാക്കിയപ്പം ഞാൻ അവിടെ നിന്നൊരു തീരുമാനം എടുത്തു, ഇനി ജോലിക്ക് പോകില്ല, ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെ തീരുമാനമെടുത്ത് പിറ്റേ ദിവസം സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. നമ്മൾ പിറ്റേ ദിവസവും പഴയ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെയാണ് പോയത്, തീരുമാനമൊക്കെ എടുത്തെങ്കിലും. പക്ഷെ അവിടെ ചെന്ന് നിന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരുതരം അസ്വസ്ഥതയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം 2,10,000 ഒക്കെ കേട്ടു. പിന്നെ നമ്മൾ ഈ 10,000 രൂപയ്ക്ക് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പോൾ പിന്നെ എനിക്കൊരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ തീരുമാനം എടുത്തു. ഒരു ഉച്ചയ്ക്ക് ശേഷമായപ്പം ഓഫീസിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ മുതൽ ജോലിക്ക് വരില്ല. അപ്പോ അവരെനിക്ക് ഒരുപാട് ഓഫറുകൾ തന്നു. കാരണം നമ്മള് മലയാളീസ് ആണല്ലോ, മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഭയങ്കര ആത്മാർത്ഥതയുടെ അസുഖം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി അവിടെ പണിയെടുക്കും. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഒക്കെ നന്നായിട്ട് അച്ചീവ് ചെയ്യും. അത് അങ്ങനെ നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ഒരിക്കലും അവര് പുറത്തേക്ക് വിടാൻ ശ്രമിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെനിക്ക് സാലറി കൂട്ടിത്തരാം, അവിടെ മാളിലേക്ക് സൂപ്പർവൈസറായിട്ട് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു. പക്ഷെ ഞാൻ ആ വാഗ്ദാനങ്ങളിലൊന്നും വീഴാൻ തയ്യാറായില്ല. കാരണം 2,10 എന്റെ തലയ്ക്ക് പിടിച്ചായിരുന്നു. 2,10 അല്ല ശരിക്കും പിടിച്ചത്, അതിൽ ആ ഒരു 10,000 എനിക്ക് ആഴ്ചയിൽ കിട്ടിയ മാസത്തിൽ 40,000 ഇതായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണോ, എനിക്ക് കൂടുതലൊന്നും അവരോട് പറയാൻ പറ്റിയില്ല. ഞാൻ ആ സാറിനോട് പറഞ്ഞ ഇതാണ്, സാർ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യാനാണ് ഞാൻ പോകുന്നതെന്ന്. അപ്പൊ സാർ എന്നെ ഒന്ന് നോക്കി. കാരണം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അദ്ദേഹം 100 കണക്കിന് തൊഴിലാളികളെ വെച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്നു, യഥാർത്ഥ ഇൻകം അദ്ദേഹം വാങ്ങുന്നു, പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ വരുമാനം മാത്രം. അപ്പോൾ ഇതേ കാര്യമാണ് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് എനിക്ക് ആ കുറഞ്ഞ ദിവസം കൊണ്ട് കിട്ടിയ ഒരു
ധാരണയാണ്. അത് വെച്ച് അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും പോന്നു. പക്ഷേ ആവേശത്തോടെയൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം നമുക്ക് കുറെ ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നെ സംബന്ധിച്ച് കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബന്ധങ്ങളില്ല. കണ്ണൂരായാലും വലിയ ബന്ധങ്ങളില്ല. ഉള്ള സൂപ്പർ മാർക്കറ്റിലുള്ളവരോടൊക്കെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ തന്നെ നടന്നങ്ങ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടി ഓടി വിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് ആരും ഈ ബിസിനസ് പറയാനില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ലീഡേഴ്സിനോട് പറഞ്ഞു, എന്താണ് ചെയ്യുക, എനിക്ക് ബന്ധങ്ങളില്ല, പക്ഷെ എന്നെ കൊണ്ട് ഇത് നടക്കുമോ? അപ്പൊ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, എന്താണോ നിനക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കൂ, ടീമൊക്കെ ഉണ്ടായിക്കോളും. അപ്പൊ എന്നെ സംബന്ധിച്ച് റീറ്റെയിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഏതൊരാളെയും കാണുമ്പോൾ തുടക്കത്തിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാവരും എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് അല്ലെ ഓൺ ആൻഡ് ഓണിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും തിരിച്ചറിയും. പക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്രാൻഡ് ഒന്നും ആർക്കും അറിയുമായിരുന്നില്ല. അന്ന് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴോ ഒരാളെ കണ്ടാല് നമ്മൾ അവരെ ഇങ്ങനെ അടിമുടി നോക്കും. മുഖത്ത് മുഖക്കുരു ഉണ്ടോ, തലയിൽ താരനുണ്ടോ, കാലിന്റെ മടമ്പ് കീറിയിട്ടുണ്ടോ, ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ ആ കസ്റ്റമർ അവരെ കണ്ടെത്തി അവരോട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തിയൊക്കെയാണ് നമ്മൾ ആ തുടക്ക കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്തത്. അപ്പം അന്നൊക്കെ ഒരുപാട് റിസ്ക് ആയിരുന്നു. നമ്മളൊരു 10 പേരോട് പറഞ്ഞാലാണ് ഒരാളെങ്കിലും ഒരു പ്രോഡക്റ്റ് പോലും എടുക്കാനായിട്ട് താല്പര്യം കാണിക്കുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുടക്കത്തിൽ വെല്ലുവിളി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത്യാവശ്യം റീറ്റെയിൽ നന്നായി ചെയ്ത് വരുമാനം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ലീഡേഴ്സിനോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ക്ഷമാപൂർവം നീ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തോളൂ, ടീം ഉണ്ടായിക്കോളൂ. അങ്ങനെ എന്റെ മുന്നിൽ വീണ്ടും ആദ്യം ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടു, ഈ ബിസിനസ് പരിചയപ്പെടുത്തി. അത് മറ്റാരുമല്ല, ഇന്ന് കമ്പനിയുടെ GTC റാങ്കിൽ നിൽക്കുന്ന ശ്രീജിത്ത് സാറാണ്. ഈ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. കാരണം അന്ന് അദ്ദേഹം ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഓടി ഒളിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും തമാശക്ക് ഇപ്പോൾ ഞാൻ പറയും, അന്ന് അദ്ദേഹത്തിനെ ഞാൻ എന്താ പറയാ, ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ എന്ന് പറയും. പക്ഷെ ഇന്ന് അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം എന്നെ എന്താ പറയാ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്ത എന്നെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ബിസിനസ്സിലൂടെ എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അപ്പം അദ്ദേഹം എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ആൾക്കാരൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും അടുത്ത ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊരു കോണ്ടാക്ട് നമ്പറിൽ കൂടിയായിരുന്നു. എന്നെ പരിചയമുള്ള ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, സന്ധ്യ, എന്റെ വിഷമം ഞാൻ പറഞ്ഞു, എനിക്ക് ആരും പരിചയമില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, സന്ധ്യ, ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ നമ്പർ ഉണ്ട്, ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ നമ്പർ തരാം, നീ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പരിചയമില്ലാത്ത ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളാരും അതിന് ശ്രമിക്കില്ല. ഞാനും മടി കാണിച്ചു. ആ നമ്പർ അവിടെ എഴുതി വെച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചില്ല. പക്ഷെ നമ്പർ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡയറിയിൽ. കുറെ മാസങ്ങൾ കടന്നുപോയി. എന്റെ കൂടെ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. ഒരു 6 മാസമായി. അതിനുശേഷം എനിക്ക് പിന്നെ പ്രോഗ്രാം സ്ഥലത്ത് പോകാൻ തന്നെ ഒരു മടിയായി തുടങ്ങി. കാരണം ആരും എൻ്റെ കൂടെ ബിസിനസ്സിൽ വരുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ആരെങ്കിലുമൊക്കെ എന്തായാലും കണ്ടേ മതിയാവും. അങ്ങനെ ഈ നമ്പറിലേക്ക് വിളിച്ചു. അദ്ദേഹം മറുതലയ്ക്ക് ഒരാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ആരാ എന്താന്ന് ചോദിച്ചു. ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം, സാറിനെ എനിക്കൊന്ന് കാണണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ സമയമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫോണിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, സാർ ഫോണിൽ പറയാൻ പറ്റില്ല, എനിക്ക് നേരിട്ട് കാണണം. ഒരു പക്ഷെ അതുവരെയും ഞാൻ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ എന്റെ എക്സ്പീരിയൻസ് ആവും ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തീരുമാനമെടുത്തത്. അങ്ങനെ അദ്ദേഹം അത് റിജക്ട് ചെയ്തു. വീണ്ടും ഞാൻ വിളിച്ചു. അങ്ങനെ ഏകദേശം ഒരു 50 തവണയെങ്കിലും അദ്ദേഹത്തെ വിളിച്ചു കാണും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. എനിക്ക് അതിൽ പിടിച്ചെങ്കിലും കയറണം. അതുകൊണ്ട് തന്നെ ഞാൻ
ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹം എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു. ഞാൻ എൻ്റെ ഒരു ലീഡറെയും കൂട്ടി അദ്ദേഹത്തിനെ കാണാൻ പോയി. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കടകളിലേക്കൊക്കെ സോപ്പ് പൊടി അങ്ങനെ ഒരുപാട് 10-30ഓളം പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 3-4 വണ്ടിയും ഒരു 10ഓളം സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തീരെ സമയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പ്രോഡക്റ്റ് കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഈ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഉപയോഗിക്കാം, കുറച്ച് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വിളിച്ചിട്ട് എന്നോട് രാത്രിയിലൊക്കെ വിളിച്ചിട്ടാണ് പറയുക, നാളെ രാവിലെ ആവുമ്പോൾ ഒരു 10 ഹെയർ ഓയിൽ കൊണ്ട് തരണേ. ഈ 10 ഹെയർ ഓയിലൊന്നും ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ പറയുന്ന രാവിലെ ആവുമ്പോൾ, പക്ഷെ ഞാൻ ആരെങ്കിലും ഒക്കെ മീറ്റിംഗിൽ ചെന്നപ്പം പരിചയപ്പെട്ട പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഫോൺ വിളിച്ചിട്ട് അവരുടെ കയ്യിലുള്ളത് കളക്ട് ചെയ്ത് രാവിലെ ആവുമ്പോൾ ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കും. 3 ബസ് കയറിയിട്ട് വേണം ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്താൻ. അങ്ങനെ അതുമായിട്ട് വീട്ടിലെത്തി അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്ത് വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചു പറയും, ഒരു 25 സോപ്പ് വേണം, അല്ലെങ്കിൽ 25 പേസ്റ്റ് വേണം. ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഞാൻ പ്രോഡക്റ്റുകൾ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ കുറച്ച് ഉൽപ്പന്നം എടുക്കാൻ തീരുമാനിച്ചു. എന്നെ സംബന്ധിച്ച് ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഗോൾഡ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോ തന്നെ ഒരാഴ്ച ആകുമ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, സന്ധ്യ, നമ്മൾ വാടക വീട്ടിലാണ്, ഇവിടെ റോഡ് സൈഡാണ്, അതുകൊണ്ട് സുരക്ഷിതമല്ല, അതുകൊണ്ട് നമുക്ക് ബാങ്കിൽ കൊണ്ടുവെക്കാം. പക്ഷെ അദ്ദേഹത്തിന് ബാങ്കുകാരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഗോൾഡ് അങ്ങോട്ട് തരുമ്പോൾ നിങ്ങൾ കുറച്ച് പണം ഇങ്ങോട്ട് തരണോ. അങ്ങനെ ആ ഗോൾഡ് അവിടെ വെച്ച്, സത്യം പണയം വെച്ചതാണ്, പണയം വെച്ച് പണം ഇങ്ങോട്ട് വാങ്ങിയിരുന്നു. അപ്പം ഉള്ള ഗോൾഡും പോയി. ലാസ്റ്റ് എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, കുറെ ശ്രമിച്ചു നോക്കി. ലാസ്റ്റ് എനിക്കൊരു ബുദ്ധി തോന്നി, ഈ ഗോൾഡ് എടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കൂട്ടിയിട്ട്, ജ്വല്ലറിക്കാരെ കൂട്ടി ബാങ്കിൽ പോയി ഗോൾഡ് എടുത്ത് വിറ്റപ്പോൾ ഒരു 2.5 ലക്ഷം രൂപയോളം കിട്ടി. ആ കിട്ടിയതിൽ 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ടു. 2 ലക്ഷം രൂപയുമായി മംഗലാപുരത്തേക്ക് വണ്ടി കയറി. അവിടെ എത്തി തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഈ 2 ലക്ഷം രൂപയ്ക്ക് സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും വാങ്ങി വന്നു. വീട്ടിലെത്തിയപ്പം ഒരാൾ പോലും, ഞാൻ വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോ ആ ബോക്സിൽ പോലും ഒന്ന് തൊടാൻ ശ്രമിച്ചില്ല. കാരണം എല്ലാവരും പറഞ്ഞു, ഇവക്ക് തലയ്ക്ക് പ്രാന്തായി തോന്നുന്നു, ഇപ്പൊ കൊണ്ടുപോയാൽ കുതിരവട്ടത്ത് കൊണ്ടാക്കാം, കുറച്ചും കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ പല കമന്റുകളും വന്നു. കാരണം അവര് നോക്കിയപ്പം സ്വർണം വിറ്റിട്ട് എന്താ വാങ്ങിക്കൊണ്ട് വരുന്നത്, സോപ്പും പേസ്റ്റും. അത് എനിക്ക് കൂടുതലും പ്രചോദനമായത്, ഒരു മീറ്റിംഗില് ഞങ്ങളുടെ ഒരു ലീഡർ പറഞ്ഞു, വിറ്റവൻ മാത്രമേ ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ളൂ. സ്വർണം വാങ്ങി ഉപയോഗിച്ച, അല്ലെ സ്വർണം വിറ്റ ബോബി ചെമ്മണ്ണൂര് കോടീശ്വരനായിരിക്കുന്നു. വാങ്ങി ഉപയോഗിക്കുന്ന നമ്മൾ അതുകൊണ്ട് പണയം വെച്ച് ജീവിതകാലം മുഴുവൻ പലിശ അടച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം വിറ്റവരെ രക്ഷപ്പെട്ടുള്ളൂ എന്നും ഉള്ള ഒരു തിരിച്ചറിവ് കേട്ടപ്പോൾ അത് വിൽക്കാൻ തീരുമാനിച്ചത്. അത് വിറ്റ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാവരും എന്നെ അഭിനന്ദിക്കുമെന്ന്. പക്ഷെ എല്ലാവരും ഈ രീതിയിലാണ് എന്നോട് പെരുമാറിയത്. കുറച്ച് ദിവസമായപ്പോ എനിക്ക് ടെൻഷനായി. ശരിയാണല്ലോ, സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഈ സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങി ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരാ. അങ്ങനെ ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഈ സജീഷ് എന്ന് പറയുന്ന, എന്റെ കൂടെ വന്ന ആളുടെ പേര് സജീഷ് എന്നാണ്, മുഴപ്പിലങ്ങാട് സ്വദേശിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പ്രോഡക്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അദ്ദേഹം കൊടുത്ത പല ആൾക്കാരും പ്രോഡക്റ്റിനെ കുറിച്ച് റിസൾട്ട് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൽ കൂടി ഒരു വ്യക്തിനെ പരിചയപ്പെട്ടു, പയ്യന്നൂരുള്ള ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിനേക്ക് പ്രോഡക്റ്റുകൾ കൊടുത്തു. മെല്ലെ അദ്ദേഹത്തിനെ പ്രോഗ്രാമുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ എന്റെ ബിസിനസ് വളരാൻ തുടങ്ങി. അങ്ങനെ പയ്യന്നൂരുള്ള ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി എന്നേക്കാൾ വലിയ ആവശ്യക്കാരനായിരുന്നു. കാരണം ഒരു BPL കാർഡിന്റെ ഉടമയായിരുന്നു. ഒരുപക്ഷെ വീട്ടിലേക്ക് ഞങ്ങളെ ചെല്ലാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം ഇട്ടുതരാൻ ഒരു ചെയർ പോലും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ബിസിനസ് ശക്തമായിട്ട് അദ്ദേഹം ഏറ്റെടുത്ത് ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് അദ്ദേഹം കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അച്ചീവർ ആണ്. വലിയ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സജീഷ് എന്ന് പറയുന്ന ആളുടെ ഒരു ഓർഗനൈസേഷൻ സെറ്റായി. രണ്ടാമത്തെ ഓർഗനൈസേഷൻ കർണാടകയിൽ
നിന്ന് ഒരു റീന മേഡം വന്നു. അവരിൽ കൂടി രണ്ടാമത്തെ ഓർഗനൈസേഷൻ സെറ്റായി. ആ സമയമൊക്കെ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, സന്ധ്യ നീ പ്ലാൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്, രണ്ട് ഓർഗനൈസേഷനും മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ നീ ഒരു ഓർഗനൈസേഷൻ മാത്രം ഓടിയാൽ വരുമാനം കിട്ടില്ല, രണ്ട് ഓർഗനൈസേഷൻ കൂടി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ സംബന്ധിച്ച് രണ്ടാമത് ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു. ഞാൻ ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിൽ പോയി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് വിചാരിച്ച് തപ്പിപ്പെറുക്കി ഒന്ന് രണ്ട് പേരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചു. സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ എന്റെ മോള് പഠിക്കുന്നത് ഇനി കണ്ണൂരാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ എത്തും, തിരിച്ചു വരും. അവിടെ എത്തി ഒരാളെ ഒന്നോ രണ്ടോ പേരെ സ്റ്റാർട്ട് ചെയ്യിക്കും. രാവിലെ രാത്രിയിലെ മാവേലിക്ക് പോകും. പുലർച്ചെ ആവുമ്പോൾ ആലപ്പുഴ എത്തും. വൈകുന്നേരം ആ മാവേലി തിരിച്ചു വരുമ്പോൾ ഞാൻ അതിന് കയറിഞ്ഞു പോരും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് ടീം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാൻ എന്റെ ലീഡേഴ്സിനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, കണ്ണൂരും പയ്യന്നൂരും പോലെ അല്ല, ആലപ്പുഴ അങ്ങോട്ട് ഡെവലപ്പ് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ലീഡേഴ്സ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, സന്ധ്യ നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ചായ ഉണ്ടാക്കാൻ എനിക്കറിയും. എന്റെ അച്ഛൻ നല്ലൊരു ചായക്കടക്കാരനും കൂടിയായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ചായ ഉണ്ടാക്കി ശീലമുണ്ട്. അതുകൊണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക? ഞാൻ പറഞ്ഞു, നമ്മള് പാത്രമൊക്കെ കഴുകി വെള്ളം അടുപ്പത്ത് വെച്ചു, സ്റ്റൗ കത്തിച്ച് അത് തിളച്ചു വരുമ്പോ ചായപ്പൊടിയും പഞ്ചസാര ഇടും. അപ്പൊ എന്നോട് ചോദിച്ചു, ഒന്നും കൂടി പറഞ്ഞേ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ഇങ്ങനെയാണ് തിളച്ചു വരുമ്പോ. എങ്ങനെ? തിളച്ചു വരുമ്പോ. തിളച്ചു വരുമ്പോഴാണല്ലോ ചായപ്പൊടിയും പഞ്ചസാര ഇടുക. ഞാൻ പറഞ്ഞു, അതെ. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ആലപ്പുഴയിൽ പോകും, പാത്രം കഴുകി വെള്ളം ഒഴിച്ച് സ്റ്റൗവും കത്തിക്കും, അതിങ്ങനെ തിളച്ചു വരുമ്പോ അതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് കണ്ണൂർക്ക് വരും. അപ്പൊ ഒരിക്കലും ചായ ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞ ഇതാണ്, അവിടെ അവരോടൊപ്പം കൂടെ നിന്ന് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ നീ പോയി വന്നാൽ ഒരിക്കലും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്യിച്ച് ഇഞ്ഞ് പോരുമ്പോ അവർക്ക് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയ പണിക്ക് തന്നെ പോയി തുടങ്ങും. അപ്പം ആ ഒരു തിരിച്ചറിവുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ അവിടെ പോയി നിൽക്കാം. പക്ഷെ ഇവിടെ മോളെ സംബന്ധിച്ചിടത്തോളം അവള് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പോയി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ഓർഗനൈസേഷൻ മാത്രം ഇങ്ങനെ ഡെവലപ്പായി പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ വരുമാനം ഉണ്ടാക്കുമായിരുന്നു, നന്നായിട്ട് റീറ്റെയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആലപ്പുഴയിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ വന്നു. അവിടെ ടീം സ്റ്റാർട്ട് ചെയ്തവരും കൂടി ഇല്ലാണ്ടായി. അങ്ങനെ വീണ്ടും ഞാൻ ഈ ബിസിനസ് എനിക്കൊരാളെയും കൂടി കണ്ടെത്തണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇരിക്കുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ എന്നോടൊപ്പം അവിടെ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്ക് ഞാൻ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ബിസിനസിന്റെ കാര്യം. പക്ഷെ അദ്ദേഹം ബിസിനസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്തോ അയാൾക്ക് എന്നോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടി. വേറൊന്നുമല്ല, അയാൾക്കൊരു കോംപ്ലക്സ് ഉണ്ട്. കാരണം അയാൾ എന്റെ സെയിൽസ് ഓഫീസറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫായിട്ട് നിന്ന് എന്റെ കൂടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള അയാളുടെ ഈഗോ ആണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ മടി കാണിച്ചത്. പക്ഷെ പുള്ളി എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാനൊരു നമ്പർ തരാം, നീ അവരെ കോണ്ടാക്ട് ചെയ്തോന്ന്. അങ്ങനെ എനിക്കൊരു കോണ്ടാക്ട് നമ്പർ തന്നു. കോഴിക്കോടുള്ള ഒരു ലേഡീന്റെ നമ്പർ തന്നു. ഞാൻ വിളിച്ചു. കോഴിക്കോട് വന്നു. അവരെ പ്ലാനൊക്കെ കേൾപ്പിച്ചു. മെല്ലെ അവര് വന്ന് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ കോഴിക്കോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ കോഴിക്കോടൻ അലുവ വാങ്ങുന്ന ഒരു ബന്ധം മാത്രമേ എനിക്ക് കോഴിക്കോടുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോഴിക്കോട് വന്ന് ഇവരുടെ കൂട്ടത്തിൽ ഈ ബിസിനസ് അവസരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെല്ലെ ഞാൻ ഇവരുടെ വണ്ടീന്റെ പുറകിലിരുന്ന് പാളയം മാർക്കറ്റും SM സ്ട്രീറ്റും ഒക്കെ കാണാൻ തുടങ്ങി. കാരണം ഈ വണ്ടിയിൽ പോകുന്ന സമയത്താണ് ഞാൻ ഇവരോട് ഇങ്ങനെ ബിസിനസ് പറഞ്ഞ് ഇവരെ ഓരോ കാര്യങ്ങളും ഇതാക്കുക. അങ്ങനെ കോഴിക്കോടും പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ എന്ന് പറയുന്ന മറ്റൊരു ദുരന്തം നമ്മളുടെ മുന്നിലേക്ക് വന്നത്. അപ്പം കുറച്ച് ആൾക്കാർ കോഴിക്കോട് അവരോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. എന്റെ ലീഡർമാർ പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു ചായ തിളപ്പിക്കുന്ന കഥ. അപ്പൊ ഞാൻ തീരുമാനം എടുത്തു, ഫാമിലിയും കൂട്ടി കോഴിക്കോടേക്ക് വന്ന് നിന്ന് ഈ ബിസിനസ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു വെക്കേഷൻ സമയമായിരുന്നു, ഞാൻ കോഴിക്കോടേക്ക് മോളുടെ പഠനം ഉൾപ്പെടെ കോഴിക്കോടേക്ക് മാറ്റിക്കൊണ്ട്
ഫാമിലി ആയിട്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് താമസം മാറ്റി. അങ്ങനെ ടീമിനോടൊപ്പം നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ഗ്രോത്ത് വർദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് മെല്ലെ മെല്ലെ വരുമാനങ്ങൾ വർദ്ധിച്ചു തുടങ്ങി. അപ്പൊ ചെറിയ ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തു. ആ ആഗ്രഹങ്ങളൊക്കെ നേടാൻ തുടങ്ങി. ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് തോന്നി. ഒരു ആപ്പിളിന്റെ ഫോൺ വാങ്ങാൻ ആഗ്രഹിച്ചു, അത് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിളിന്റെ വാച്ച് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, ലാപ്ടോപ്പ് വാങ്ങി. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലേക്കുള്ളതും മോളുടെ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് മെല്ലെ മെല്ലെ നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കൂടെ വന്നവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ കൂടെ വന്നവരും ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയപ്പം ഒരാഴ്ചയിൽ എൻ്റെ അക്കൗണ്ടിലേക്കും 2,10,000 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയി. ഒരു പക്ഷേ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ 10,000 മാത്രം കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം 2,10,000 എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നില്ല. ഞാൻ ഒരു പക്ഷേ അന്ന് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് 1, 10, 100 എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എണ്ണി നോക്കും, 2,10,000 തന്നെയാണോ എന്ന്. കാരണം അത്ര പോലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ അക്കൗണ്ടിലും അത് ക്രെഡിറ്റ് ആയി. പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതല്ല എൻ്റെ സന്തോഷം. എൻ്റെ കൂടെ വന്ന സജീഷ് എന്ന് പറയുന്നതും ബാബുരാജ് എന്ന് പറയുന്നതുമായ ഒരുപാട് ആൾക്കാർ, ഇപ്പം ഏകദേശം 25ഓളം വ്യക്തികൾ എൻ്റെ ഐഡിയുടെ താഴെ ആഴ്ച വരുമാനം 2,10,000 വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. ഒരു സാധാരണക്കാരിയായ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരുപക്ഷെ നമുക്ക് പലരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ പണം കൊടുത്ത് നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു പരിധിയുണ്ട്. പക്ഷെ ഈ ബിസിനസ്സിൽ കൂടി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ കുടുംബങ്ങളിലേക്ക്, ഒരുപക്ഷെ എൻ്റെ അക്കൗണ്ടിലേക്ക് 2,10,000 കിട്ടുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് 1,00,000, 50,000, 25,000 മുതൽ സ്റ്റാർട്ട് ചെയ്ത പുതിയ ആൾക്കാർക്ക് വരെ 1,000, 2,000 വാങ്ങി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ 2,10,000 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിലേക്ക് എത്തിയത്. അങ്ങനെ ആഴ്ചയിൽ 2,10,000 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന മോശമല്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റണം അല്ലെ? അപ്പം തീരുമാനമെടുത്ത് ഒരു കാറ് വാങ്ങണമെന്ന്. ഒരു സൈക്കിള്, കുട്ടനാട്ടുകാരിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തോണി പോലും നുഴയാൻ എനിക്കറിയില്ല. പക്ഷെ അവിടെ എൻ്റെ വീട്ടിൽ ഒരു സൈക്കിൾ പോലും വരില്ല, ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയായിരുന്നില്ല. പക്ഷെ ആ കൊറോണയുടെ സമയത്ത് ഞാൻ വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഞാൻ ഒരാഴ്ച ആയപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചു. അങ്ങനെ അവര് ബിസിനസ്സിലേക്ക് പോന്നപ്പോ പിന്നെ ഡ്രൈവിംഗ് പഠിത്തം സാധിച്ചില്ല. പക്ഷെ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വെച്ച് ഡ്രൈവിംഗ് പഠിച്ചു. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞാൻ ഇന്ന് എൻ്റെ ഹുണ്ടായിന്റെ ഗ്രാൻഡ് ഐ10 നിയോസ് എന്ന് പറയുന്ന വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ഞാൻ പല സ്ഥലത്തും നിർത്തിയിട്ട് ഞാൻ എന്നെ തന്നെ തൊട്ട് നോക്കലുണ്ട്, ഇത് ഞാൻ തന്നെയാണോ, സ്വപ്നമാണോ, യാഥാർത്ഥ്യമാണോ? കാരണം അത്ര പോലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും സാധാരണക്കാര് ജീവിതം എവിടേക്കോ തീർന്ന് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോണം എന്ന് ആഗ്രഹിച്ച് അല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നിടത്തു നിന്നാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ മോളുടെ പഠനം കഴിഞ്ഞു, അവള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം അവള് ജോലിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ആദ്യമൊക്കെ തുടക്കത്തിൽ ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു. കാരണം അവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയെ വീട്ടിൽ കിട്ടുന്നില്ല. അവള് കോളേജ് വിട്ട് സ്കൂൾ വിട്ടും വീട്ടിലെത്തുമ്പോൾ ഞാൻ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ അവൾക്ക് വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും ഈ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ അജണ്ട. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്രോഗ്രാമിൽ വരും. പിന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കൂട്ടിയിട്ട് പോകും. അങ്ങനെ പ്രോഗ്രാമിൽ വന്ന് നമ്മുടെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ബിസിനസ്സിൽ കൂടി ഓരോരുത്തരും സക്സസ് ആവുന്നതും ഒക്കെ കേട്ട് ലാസ്റ്റ് അവള് തീരുമാനമെടുത്തു. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞത്, നമ്മളുടെ കയ്യിൽ നല്ല ബിസിനസ് ഉള്ളപ്പം എന്തിനാണ് അമ്മയെ ഞാൻ ജോലിക്ക് പോകേണ്ട ആവശ്യം? ജോലി ചെയ്ത് ആരും ഈ ലോകത്ത് സക്സസ് ആയിട്ടില്ല എന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ബിസിനസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അമ്മ RTC NDC ഒക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് മോള് വന്നാൽ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റില്ല.
തുടക്കത്തിൽ അമ്മയൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടോ അതേപോലെ റീറ്റെയിൽ ഒക്കെ ചെയ്ത് ഈ ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവൾ മെല്ലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആണ്. ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ZDC റാങ്കിലേക്ക് എത്താൻ പോകുന്നു. അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം ഇവിടെ സാറും സൂചിപ്പിച്ചു, മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. നമ്മൾ മടി കാണിക്കാതിരിക്കുക. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരുടെ ലൈഫെ മാറ്റാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരിലേക്കും നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് ശക്തമായി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയങ്ങളും വലിയ നേട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ജീവിതം വെച്ചാണ് ഞാൻ പറയുന്നത്, വലിയ മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന വലിയൊരു അവസരത്തിലാണ് ഒരുപക്ഷെ ദൈവം നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഒരു ഗ്രേറ്റ് ലീഡർ ഇന്ന് ഒരു വാഹനം ഇറക്കുന്നുണ്ട്, എല്ലാവരുടെയും സ്വപ്ന വാഹനം. ഒരുപക്ഷെ ഈ ബിസിനസ്സിൽ വരുമ്പോൾ കാറെന്ന് ചോദിച്ചാൽ എന്റെ വിചാരം എല്ലാ കാറും ഒരേപോലെയാണ്. കാരണം 4 ടയറും ഒരു ബോഡിയും ഒക്കെ ഉള്ളതല്ലേ. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോ വണ്ടിയുടെ പേരും കാര്യങ്ങളും ഒക്കെ മനസ്സിലായത്. അപ്പൊ തൊട്ട് മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു റേഞ്ച് റോവർ എന്ന് പറയുന്ന വാഹനം വാങ്ങണമെന്നുള്ളത്. അപ്പം അതിന് മാതൃകയായിട്ട് അല്ലെങ്കിൽ നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിൽ ഇന്ന് ഞങ്ങളുടെ ഒരു ITC ലീഡർ വയനാട്ടിൽ നിന്നും ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയേഷ് സാറ് ഇന്ന് റേഞ്ച് റോവറിന്റെ വെലാർ എന്ന് പറയുന്ന വാഹനം ലോഞ്ച് ചെയ്യാണ് ഹൈലൈറ്റ് മാളിൽ വെച്ച്. അപ്പം അതിന്റെ സന്തോഷം ഒരുപക്ഷെ ഇന്നലെ ഒരു കണ്ണൊന്ന് ചിമ്മി അടയ്ക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ സന്തോഷമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഇന്ന് സാർ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് നാളെ എൻ്റെ കയ്യിലും ആ വളയം എത്തുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്താ പറയാ, മലയാളം മാത്രം അറിയുന്ന ഒരുപക്ഷെ 10 പേരോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിനകത്തും പുറത്തും കർണാടകയിൽ പോയാല് കന്നഡ അവരെ ഞാൻ മലയാളം പഠിപ്പിച്ചു. പക്ഷെ ഞാൻ കന്നഡയിൽ 2-3 വാക്കുകാരോട് സംസാരിക്കുമെന്നല്ലാണ്ട് പക്ഷെ എനിക്ക് കർണാടകത്തിലും സീലിംഗ് അച്ചീവർ ഉണ്ട്. അപ്പോ ആ രീതിയിൽ ഇന്ന് ബിസിനസ് ഇവിടെ നമ്മൾക്ക് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെയാണ്. ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന, നമ്മളുടെ തലമുറകളോളം നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രം. ഞാനിപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ കൂടി സൂചിപ്പിച്ചതും അത് തന്നെയാണ്. തുടക്കത്തിൽ ഞാൻ ചെയ്തത് റീറ്റെയിൽ ആണ്. ഈ ബിസിനസ് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ വേണം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്. അതുകൊണ്ട് ശക്തമായി റീറ്റെയിൽ ചെയ്യുക. റീറ്റെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഷോപ്പ് ഇട്ടാൽ ആ ഷോപ്പിൽ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ അത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ റീപർച്ചേസ് ചെയ്യാൻ തയ്യാറാവുക. പിന്നെ നമ്മൾക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്രൂട്ട്മെന്റ്, നമ്മളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ അവരെ നിലനിർത്തുക, റീറ്റെയിലിംഗ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാൻ പറ്റും. അവരെ നിലനിർത്താൻ വേണ്ടി നമ്മളുടെ GTS പോലെയുള്ള പ്രോഗ്രാമും FSS അതേപോലെ അങ്ങനെയുള്ള നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് നമ്മളുടെ കൂടെ വന്നവരെ എത്തിക്കാൻ ഉള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതൊരു പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആയിരിക്കാം. പക്ഷെ അത് നമ്മൾ ഏറ്റെടുക്കുന്നത്, ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ എപ്പോഴും ടീമിനോട് പറയാം, വലിയ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യാനില്ല. ഇവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രം മതി വിജയിക്കാനായിട്ട്. എപ്പോഴും നമ്മുടെ ഒരു ലീഡർ ഞങ്ങളോട് പറയലുണ്ട്, ഒരു കാട്ടിലൂടെ നമ്മൾ ഓടുമ്പം ഒരിക്കലും വലിയ മരത്തിൽ തട്ടി ആരും വീഴലില്ല, ചെറിയ കുഞ്ഞു വള്ളിച്ചെടിയിലൊക്കെ തട്ടിയാണ് ആൾക്കാർ വീഴുക എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസ്സിലും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇവിടെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയം ഉറപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്